നമുക്ക് അറിയേണ്ടത് 15-ാം തീയതി വീട്ടിലേക്ക് വന്ന കുട്ടിയെ റഹാൻ എന്ന് പറയുന്ന ട്രിവാൻഡ്രം പട്ടത്തുള്ള ഒരു കുട്ടിയാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അവന്റെ ഉറ്റ സുഹൃത്തും ക്ലാസ്മേറ്റും ബാച്ച്മേറ്റുമായ റൂമിൽ കൂടെ കിടക്കുന്ന കുട്ടിയാണ്. അതോടൊപ്പം അവന്റെ വീട്ടില് പല പ്രാവശ്യം വന്നിട്ടുള്ള കുട്ടിയും കൂടെയാണ്. ആരാണ്? റഹാൻ സംഘടനാ പ്രവർത്തകനാണെന്ന് തോന്നുന്നു. അവിടെ എല്ലാവരും ഒറ്റ പ്രവർത്തകരായിട്ടാണ് നിൽക്കുന്നത്. റഹാന്റെ വേറൊരു മോട്ടീവ് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞത്, അദ്ദേഹം യവനിലുള്ള അസൂയ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് ഇപ്പൊ കോളേജിൽ നിന്നും ചെറിയൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. അതായത് സിദ്ധാർത്ഥൻ ഫോട്ടോഗ്രാഫിയിലും ഫ്രോഗർ മറ്റുള്ള തലങ്ങളിലൊക്കെ പല തലങ്ങളിലും വളരെ മുന്നിട്ട് നിൽക്കുന്നതും അതോടൊപ്പം സീനിയറായ പെൺകുട്ടികളുടെ ഇടയിലും ആൺകുട്ടികളുടെ ഇടയിലും ഒരു സ്വീകാര്യതയുള്ള കുട്ടിയായതിനാൽ കുറച്ച് കുട്ടികൾക്ക് ഇവനോട് ഒരു വെറുപ്പുണ്ടെന്നും അത് ഇപ്പോഴാണ് നമുക്ക് അത് ഐഡന്റിഫൈ. അതിന്റെ പ്രധാന കണ്ണി റഹാൻ, അൽത്താഫ്, ഈ അതിൽ പ്രതിയായിട്ടുള്ള നമ്മുടെ ഡാനി എബ്രഹാം, ഇവര് ഇത്ര പേരും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്ന ഡയറക്റ്റ് ഇൻവോൾവ് ഉണ്ടെന്ന് അറിയാൻ പറ്റി. ആ റഹാനാണ് ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 6 പേരിൽ ഒരാള് റഹാനാണ്. അതെ 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 130ഓളം കുട്ടികളുടെ മധ്യത്തിൽ വെച്ച് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ഈ കുട്ടികളിൽ 10 കുട്ടികളോളം, അവരുടെ 10 കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്ന് ഇവന്റെ വീട്ടില് ട്രിവാൻഡ്രത്ത് കാണാൻ വേണ്ടി വരികയും 3 ദിവസത്തോളം നിന്ന് ആഹാരമെല്ലാം കഴിച്ചു പോയ 4 കുട്ടികൾ, ഈ സസ്പെൻഡ് ചെയ്ത 12 കുട്ടികളുടെ ലിസ്റ്റില് ഇവന്റെ ക്ലാസ്മേറ്റും ബാച്ച്മേറ്റും റൂംമേറ്റുമായ 4 കുട്ടികളുണ്ട്. അതാണ് അദ്ദേഹം അവിടെ പ്രതിപാദിച്ചത്. ഈ 130ഓളം കുട്ടികളുടെ മധ്യത്തിൽ വെച്ച് പരസ്യ വിചാരണ നടത്തുകയും വിവസ്ത്രനാക്കി 2 ബെൽറ്റ് മുറിയുന്നത് വരെ അടിക്കുകയുണ്ടായി. അതോടൊപ്പം പാറപ്പുറത്ത് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു. അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായിട്ടുണ്ട്. വയറിലെ കുടല് വരെ ചതഞ്ഞു പോകുന്ന രീതിയിലാണ് ചവിട്ടിയിട്ടുള്ളത്. 3 ദിവസത്തോളം ആഹാരം കൊടുത്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല. അതെ ഇല്ല ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ ഒരു യൂണിറ്റേ ഉള്ളൂ. SFI എന്ന് പറയുന്ന ഒരു യൂണിറ്റേ ഉള്ളൂ. SFIയിലെ നേതാക്കൾ തന്നെയാണ് അതിലെ പ്രധാന ആ ലിസ്റ്റിലുള്ള 2 പേര് അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റുമാണ്. അവര് ഈ 12 സസ്പെൻഡ് ചെയ്ത 12 പേരിലുണ്ട്. ഈ 12 പേരെ ഇന്ന് വരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് സംവിധാനം നമ്മൾ മനസ്സിലാക്കുന്ന അതർ സ്റ്റേറ്റിൽ പോലും വലിയ കൊള്ളക്കാരെ പിടിക്കുമ്പോൾ വെറും വിദ്യാർത്ഥികളായ 12 പേരെ നമുക്ക് ഇന്ന് വരെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവരെ സംരക്ഷിക്കുന്നുണ്ടെന്നതിന് തെളിവാണ്. അതെ, അത് ഞാൻ അറിഞ്ഞില്ല. അതെ പോലീസ് പറയുന്നത് ഈ സംഭവത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും അതിന്റെ പ്രധാന അതെ ഇല്ല ഇല്ല, അങ്ങനെ അറിയില്ല. അത് യൂണിറ്റ്, ഈ അഖിൽ എന്നുള്ള പേര് നേരത്തെ പറഞ്ഞത് അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് എന്തോ ആണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. SFIയുടെ നേതാവാണെന്ന് അറിയാം. അതെ അതോടൊപ്പം അവിടുത്തെ ഡീനിന്റെ നിലപാട്, നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തില് ഒരു പ്രിൻസിപ്പാള് പാലിക്കേണ്ട കാര്യങ്ങൾ, ഡീന് ഈ മരണവുമായിട്ട് നമ്മൾ അവിടെ അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടന്നായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അതെ, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്തോ ആ കുട്ടിക്കുള്ള മാനസിക കാരണത്താൽ മരിച്ചു എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ പോലീസിനോട് ചോദിക്കണം. പോലീസിന് പറയാനുള്ള കാരണം മാത്രമേ എനിക്കും പറയാനുള്ളൂ. എനിക്ക് വേറൊന്നും അറിയില്ല. നിങ്ങൾ ഉടനെ തന്നെ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ പോകണം. അവിടെ പോസ്റ്റ്മോർട്ടം ഉണ്ട്. ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ അവിടെ ബോഡി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ മുറിവുകളും ചതവും കാണുന്നത്. SIയുടെ അടുത്ത് ഈ കാര്യം ധരിപ്പിക്കുന്നു. SI അപ്പൊ എന്താണ് പറയുന്നത്? ഇതൊരു സ്വാഭാവിക മരണമാണ്, അതൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഈ സമയത്താണ് കോളേജ് PTA പ്രസിഡന്റ് രഹസ്യമായി എനിക്ക് തന്ന ഫോൺ നമ്പരും അതോടൊപ്പം ഈ ആ നമ്പരും അദ്ദേഹം എന്നടുത്ത് പറഞ്ഞ റിക്വസ്റ്റുമാണ്. ഇതൊരു സാധാരണ മരണമല്ല, ഇത് ഇവിടെ ഇന്നലെ 2 ദിവസങ്ങളിലായിട്ട് നടന്ന അടിപിടിയിൽ നിന്നുണ്ടായ മരണമാണ്. ഇവന്റെ അമ്മയെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ ഡീൻ ഉടൻ വന്ന് പറയാണ് നമുക്കൊരു പൊതുദർശനത്തിന് വെക്കണം. അത് റിക്വസ്റ്റ് ആണ് ചെയ്യണം ഡീന്.
പൊതുദർശനത്തിന്റെ സമയത്താണ് മറ്റുള്ള കുറച്ച് നമുക്ക് ഒരു രഹസ്യമായി, അതായത് അദ്ദേഹത്തിന്റെ ജീവൻ ഭീഷണിയും കണക്കിലെടുത്തുകൊണ്ട് ഒരു ഫോൺ നമ്പർ തന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം അവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോഴാണ് നമുക്ക് ഇത് ഇത്രയും മൃഗീയമെന്ന് പറയാൻ കഴിയില്ല. ഈ കേരളം നിങ്ങൾ ശ്രദ്ധിച്ച മാധ്യമക്കാരായി നിങ്ങൾക്ക് മനസ്സിലാവും, കേരളം ഇത്തരത്തിലുള്ള ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വായിച്ചില്ല. 3 ലൈനായപ്പോ ഞാൻ മടക്കി വെച്ചു, എന്നെ കൊണ്ട് അത് വായിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് കൊടിയ പീഡനമാണ്. അപ്പം ആ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള ഒരു പീഡനം കേരളത്തിലോ ഇന്ത്യയിലോ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവില്ല. വിദ്യാർത്ഥികളെ മുന്നിൽ വെച്ചാണ് ഇയാളെ മർദ്ദിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ നിങ്ങൾക്ക് സാക്ഷിയായി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പം തന്നെ 10ഓളം കുട്ടികൾ മൊഴി കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതെ 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 അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം മരിച്ച് കുട്ടിയെ ഫിണറലിന് കൊണ്ടുപോയപ്പോ അവന്റെ തോളിൽ വെച്ച് 2ഓ 3ഓ കുട്ടികൾ വന്ന് നിന്ന് സംസാരിച്ചു. അവന്റെ മാനസികാവസ്ഥയിൽ അവൻ നോക്കിയില്ല മുഖത്ത്. പക്ഷെ ആ കുട്ടികൾ പറഞ്ഞിട്ട് പോയ കാര്യം ഇതാണ്, അങ്കിളെ ഇത് സാധാരണ മരണമല്ല, ഇത് സിൻജോയും അവന്റെ ഉറ്റ സുഹൃത്തുക്കളായ ഈ റഹാൻ അല്ലെങ്കിൽ അക്ഷയ് ഇതുപോലുള്ളവരുടെ ഒത്താശയോടുകൂടി കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് സ്പഷ്ടമായി പറഞ്ഞു. അതോടൊപ്പം 3-ാം ദിവസം എനിക്ക് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് വന്നു, അങ്കിളെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമ്പർ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഷീബയുടെ അവന്റെ സിദ്ധാർത്ഥന്റെ അമ്മയുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും എന്റെ നമ്പർ കൊടുത്ത് ഒരു പെൺകുട്ടി വിളിച്ചെന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് ഈ മരണത്തിനെ കാണുന്നത്? ഞാൻ പറഞ്ഞു അവൻ എന്തോ മാനസിക പ്രശ്നം. ഒരിക്കലും അല്ല അങ്കിൾ, അങ്ങനെ പറയരുതേ, ഇത് അവന്റെ ക്ലാസ്മേറ്റും സീനിയേഴ്സും റൂംമേറ്റും ചങ്ക് കൂട്ടുകാരും അവൾ പറഞ്ഞ വാക്കാണ്, എല്ലാവരും കൂടെ ചേർന്ന് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. നിങ്ങൾ SFIക്കാരുടെ പ്രത്യേകത, ആ കുട്ടി പറയുന്നത് കോളേജിലെ SFIക്കാരുടെ പ്രത്യേകത, ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർ ഉടനെ തന്നെ അതൊരു പെൺ വിഷയമായിട്ട് കൊണ്ടുവരും. നിങ്ങൾ അതിൽ നാണക്കേട് സഹിച്ച് അല്ലെങ്കിൽ മാനക്കേട് പുറത്ത് പറയാൻ മടിച്ച് നിങ്ങൾ കേസിന് പോകാതിരിക്കരുത്. ഏതറ്റം പോയും ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് സ്പഷ്ടമായി ആ കുട്ടി പറഞ്ഞു. അതിന്റെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്ത് വേറൊരു ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ജീവന് ഭീഷണി ഉള്ളതുകൊണ്ട് ഒരിടത്തും കൊടുക്കല്ലേ എന്ന് ആ കുട്ടി അഭ്യർത്ഥിച്ചത് കൊണ്ട് മാത്രം ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്. ഡിവൈഎസ്പിക്ക് കൊടുത്തിട്ടുണ്ട്, ഡിവൈഎസ്പിക്ക് അത് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള മാധ്യമങ്ങൾക്ക് കൊടുത്തില്ലെന്നേ പറഞ്ഞോളൂ, ഡിവൈഎസ്പിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ശക്തമായിട്ട് ഉന്നയിക്കുന്നത് കോളേജ് ഡീനിന്റെ അറിവോട് കൂടിയാണ് ഇത് കെട്ടി അഴിച്ചു മാറ്റിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് സമയം കഴിഞ്ഞാണ് ഒരു ബോഡി കാണുന്നതെങ്കിൽ നമ്മൾ അത് അഴിക്കാറില്ല. ജീവൻ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ചവിട്ടി തുറന്ന് ഉടനെ ആണെങ്കിൽ ഇത് അദ്ദേഹത്തിന് അറിയിച്ച് അദ്ദേഹം എവിടുന്നോ വന്ന് നോക്കി നിങ്ങൾ അഴിക്ക്, അതിനുശേഷം പോലീസിനെ അറിയിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം കുട്ടികളടുത്ത് പറഞ്ഞ വാക്കാണ് എനിക്കിപ്പോ രഹസ്യമായി ആ അധ്യാപകന് അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ട് പറഞ്ഞതാണ്, പോയത് പോയി, നിങ്ങൾ ഒരു കാരണം ഈ കാര്യങ്ങൾ ആരടുത്തും പറയരുത്, ഇത് കോളേജിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതോടൊപ്പം കാന്തനാഥൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, അദ്ദേഹം ശക്തമായിട്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത് വിദ്യാർത്ഥികളെ. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുത്തെ വലിയൊരു നേതാവാണ്, അധ്യാപകയാണ്, LDF ഇടതുപക്ഷത്തിന്റെ ഒരു വലിയൊരു നേതാവെന്നും അറിയാൻ കഴിഞ്ഞു. കാന്തനാഥൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. അതോടൊപ്പം ഈ ഹോസ്റ്റലിന് വാർഡൻ ഉണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം ഡീനിന് അത് അറിയില്ല, വാർഡൻ ഉണ്ടാവും എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഡീനിന് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് മറച്ചു വയ്ക്കുകയും ഈ കൊലയ്ക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തു. പക്ഷെ ഡീനിനെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിലുള്ള ഏകദേശം പിക്ചർ നമുക്ക് വെളിവാവും. അദ്ദേഹം ഇതിലെ പ്രതിയാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളവര് ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുള്ളത്, ഈ SFIക്കാർ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കിയത്, അവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ ആ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ച് SFI എന്ന് പറയുന്ന അതാണ് കോടതി എന്നാണ് പറയുന്നത്. ഈ MH ആണ്, ഈ മെൻസ് ഹോസ്റ്റലാണ് കോടതി. അവിടെ നേതാക്കൾ വിധിക്കും, അവിടെ തന്നെ നേതാക്കൾ തന്നെ ശിക്ഷ നടപ്പിലാക്കും. അതാണ് സംഭവിക്കുന്നത്. അതോടൊപ്പം അവിടെ ഡയറി സയൻസിന് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുന്നേ ഇവരുടെ ഒരു പാറപ്പുറം എന്ന് പറയുന്ന വാട്ടർ ടാങ്കിന്റെ മേഖല, ആ സ്ഥലത്ത് പോയി എന്നും പറഞ്ഞുകൊണ്ട് അത് SFIയുടെ മാത്രം സ്ഥലമാണെന്നും അവിടെ പോയതുകൊണ്ട് ആ കുട്ടികളെ ഇതേപോലെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവരാരും പുറത്ത് പറഞ്ഞിട്ടില്ല. അടുത്ത കാലത്ത് അവിടെ ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഒരു കുട്ടി മരിച്ചു. അതും സ്വാഭാവിക മരണമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ
കൊടിയ പീഡനവും മദ്യത്തിന്റെയും അവിടെ യവൻ തന്നെ വന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. മദ്യപാനം രാത്രിയാകുമ്പോൾ ചേട്ടന്മാർ ഭയങ്കര മദ്യപാനമാണ്, മറ്റുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്, അത്തരത്തിലൊക്കെ പറഞ്ഞു. അവൻ തന്നെ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ അടുത്ത് നമ്മൾ വീട്ടിൽ എല്ലായിടത്തും കളിക്ക് തമാശ പോലെ പറയുന്നുണ്ട്, എത്രയോ കുപ്പി എണ്ണിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് അവന്റെ റൂമിൽ കൊണ്ടുപോകുമാരെ വെച്ച്. അപ്പൊ അത് എണ്ണിയിട്ടുണ്ടെന്നും പറയുന്നു. അപ്പൊ അത്തരത്തിൽ അതിനകത്ത് നടക്കുന്നത് ഒറ്റ യൂണിറ്റേ ഉള്ളതുകൊണ്ട് അതിനകത്ത് നടക്കുന്നത് വളരെ പുറത്തു പറയാൻ കഴിയാത്തത്ര വളരെ വളരെ ശോചനീയമായ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അതിന് എല്ലാം ഈ ഡീനിന്റെ നേതൃത്വത്തിലുള്ള കോളേജ് അധികൃതർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. നേരത്തെ ചോദിച്ച ഒരു സംശയം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റാഗിംഗ് എന്നിപ്പോ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആസൂത്രിത കൊലപാതകം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. അതിനൊരു വ്യക്തത ഞാൻ പറഞ്ഞു. റാഗിംഗ് ആണ്. റാഗിങ്ങിന് കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന സെക്കൻഡ് ഇയർ ആണ് എന്ത് റാഗിംഗ് വരുമെന്നായിരിക്കും. ഫസ്റ്റ് ഇയർ അതെ സാർ, സഹപാഠികളുണ്ട്, റൂം മാറ്റ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചത്. SFIക്കാർ റാഗ് ചെയ്തതിനോടൊപ്പം ഈ റൂം മാറ്റുകൾ 3 പേര് അല്ലെങ്കിൽ 4 പേര് അതിൽ ഉൾപ്പെടാനുള്ള പ്രധാന കാരണം അവനിലുള്ള വളർച്ചയിലും മറ്റുള്ളവരിലുള്ള സ്വീകാര്യതയുടെയും അസൂയയാണെന്ന് പറയാൻ കാരണം അതാണ്. അല്ല അവന്റെ പ്രവൃത്തിയും അവന്റെ ഇതും കണ്ട് അവന്റെ പേഴ്സണാലിറ്റിയും കണ്ട് ഫസ്റ്റ് ഇയറിന് തന്നെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആക്കുകയായിരുന്നു അന്നേ ദിവസം, ഒരു യൂണിയന്റെയും പിൻബലം ഇല്ലാതെ. അവിടെ ഒരു യൂണിറ്റേ ഉള്ളൂ. അപ്പോൾ റെപ്രസെന്റേറ്റീവ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടികളുമായിട്ട് ഇടപെടാനുണ്ട്. പക്ഷെ അവന് സജീവ രാഷ്ട്രീയം എന്നുള്ള ചിന്തയില്ല. ഈ വർഷം അവൻ മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിന്റെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് കൽപ്പറ്റയിലാണ്. അവരെ കോളേജ് ബസ്സിൽ കൊണ്ടുവന്ന് തിരിച്ചുണ്ടാക്കുന്നു. സെക്കൻഡ് ഇയർ അവൻ ഈ ഹോസ്റ്റലിൽ വന്നിട്ട് 3 മാസത്തോളം ആയിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ ഈ കോളേജിലെ ഈ സീനിയേഴ്സുമായിട്ട് വളരെ അടുപ്പം ഇല്ല. അതെ അല്ല, ക്യാമ്പസിലുള്ള വിദ്യാർത്ഥിയല്ല. ഇത് 14-ാം തീയതി നടന്ന വാലന്റൈൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്. അതില് നമ്മൾ SFI പറയാൻ കാരണം അത് ആ യൂണിറ്റിലുള്ള ആ നേതാക്കളല്ലേ പ്രതികൾ, ആ നേതാക്കളല്ലേ അവനെ വിചാരണ ചെയ്തിരിക്കുന്നത്. 130ഓളം കുട്ടികളുടെ ഇടയിൽ വെച്ച് വിചാരണ ചെയ്തിരിക്കുന്ന ഈ പ്രതിപട്ടികയിലുള്ള 1-ാം പ്രതി ഇപ്പൊ അറസ്റ്റ് ചെയ്ത ആളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനപ്പുറം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ.